ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്യധികം ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഒരു 10-16 ദിവസം മുന്നേ നമ്മുടെ പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. മിഹിർ അഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടി 26 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. ഒരുപാട് വാർത്താ മാധ്യമ ശ്രദ്ധയൊന്നും പിടിച്ചു പറ്റിയില്ല ആ ന്യൂസ്. പക്ഷേ ഇപ്പോൾ ആ ന്യൂസ് എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയാണത്. സ്കൂളിലുണ്ടായ റാഗിങ്ങിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യക്ക് തുനിഞ്ഞത്. മരണപ്പെട്ടു ആ കുട്ടി. ആ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരൻ ഇതിനെക്കുറിച്ച് പറയുന്നൊരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ വാർത്ത പുറത്തെത്തിയതെന്നും ഇപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ കാരണത്താലാണെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും സഹപാഠികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ കുട്ടിക്കുണ്ടായ വേദനകൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ബാക്കി അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. അതിനു മുന്നേ ആയിട്ട് ഈ കുട്ടിയുടെ മാതൃ സഹോദരൻ്റെ ചെറിയൊരു ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. നമുക്കത് കണ്ടിട്ട് വരാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ മാസം 15-ാം തീയതിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് കുട്ടി ഒരു 3:50 ഒക്കെ ആയപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അവന് 3 months ആയിട്ടുള്ള ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ. അതിന് മുമ്പേ അവൻ പഠിച്ചിരുന്നത് ജംസിലാണ്. ആ ജംസിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം അവന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റിയതാണ്. അവിടുന്ന് മാറ്റി അവിടെ 3 months കഴിഞ്ഞു. അവിടെ ഇങ്ങനെ നമുക്കൊരു ഇഷ്യൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം നമുക്ക് പല ഇൻഫർമേഷൻസും, അതായത് മെഹിർ മരിച്ചതിന് ശേഷം ഒരു ഫോറം മെഹിറിൻ്റെ പേരിലുണ്ടായി. ഒരു ജസ്റ്റിസ് ഫോർ മെഹിർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ അത് 2 days ഡിലീറ്റ് ആവുകയും ചെയ്തു അത്. അപ്പോൾ അതിലുള്ള കുറച്ച് ചാറ്റ്സ്, ഇൻഫർമേഷൻസ്, അത് മാത്രമല്ല ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ഇവൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ഇവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് എന്താണ് ഇൻസിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിലൊരു ചാറ്റ് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു. കാരണം ഇവൻ്റെ മരണ വിവരം അറിഞ്ഞതിന് ശേഷം ആ ചാറ്റിൽ 2 കുട്ടികൾ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ മരണവിവരം അങ്ങോട്ടും പറയുന്നത്. അത് പറയുന്നത് ഒരു ആഘോഷം പോലെയാണ് പറയുന്നത്. അതായത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആ ചാറ്റിലുള്ളത്. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ്റെ തല ക്ലോസറ്റിൽ ഇട്ട്, അതായത് ക്ലോസറ്റിൽ ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ക്ലോസറ്റിലേക്ക് തല മുക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യുക, ഇങ്ങനെ അതുപോലെ സ്കൂൾ ബസ്സിൽ ഇവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും ഈ ചാറ്റ് ത്രൂവും. അപ്പം അതിനെ അഗെയിൻസ്റ്റ് നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ CM-നും DGPക്കും നമ്മൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളത് കണ്ടല്ലോ. അദ്ദേഹത്തിന് പറയുമ്പോൾ തന്നെ വളരെയധികം വേദനയോടെ കൂടിയാണ് പറയുന്നത് കേട്ടോ. കാര്യം ആ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സ്കൂൾ മാറ്റപ്പെടുകയും ഇപ്പോഴത്തെ പുതിയ സ്കൂളിലേക്ക് വരുന്നു. അവിടെ സഹപാഠികൾ എന്ത് ചെയ്യുന്നു? റാഗ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ബാത്റൂമിൽ, സ്കൂളിൻ്റെയൊക്കെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി തലമുക്കി ഫ്ലഷ് ചെയ്യിക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റ് നക്കിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, വളരെ പ്രാകൃതം, എന്താ പറയണ്ടായാലും വളരെ പൈശാചികമായിട്ടുള്ള രീതിയായിപ്പോയത്. ഇപ്പോഴത്തെ കുട്ടികൾ നിലവാരം ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞുകൊണ്ടല്ലോ വളരെയധികം വേദന ഉണ്ടാക്കുന്നു. ഈ കുട്ടിയുടെ മാതാവ് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാനിവിടെ അത് കൊടുക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ
ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 15 എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത്. അമ്മ ജനുവരി 15 നടന്ന ഈ ഒരു ഇൻസിഡൻറ്റിന് അവർക്ക് നീതി ലഭിച്ചില്ല. ഇന്ന് ഫെബ്രുവരി 1, ഇതുവരെയും അതിന് നീതി ലഭിച്ചില്ല. അതിൻ്റെ പേജിൽ ഭാഗമായിട്ടാണ് അമ്മ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇത് പങ്കുവച്ചത്. റെജിന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ്. 15-കാരനായ മിഹിറിൻ്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിൻ്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവൻ ഒടുക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കെ, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്ന കുട്ടി തൻ്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ്. അതും തൻ്റെ താമസ സ്ഥലമായ 26 നിലയ്ക്ക് മുകളിൽ ചോയ്സ് പാരഡൈസിൽ വന്ന് അതിന് 26-ാമത്തെ നിലയുടെ മുകളിൽ പോയി അവിടുന്ന് ആത്മഹത്യക്ക് തുനിയണമെങ്കിൽ അത്രമാത്രം ആ കുട്ടി എന്ത് ചെയ്തു, പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടിയുണ്ട്. സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവൻ്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു എന്നത് വ്യക്തമാക്കുകയായിരുന്നു. ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ മകൻ്റെ നിര്യാണത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു ക്രൂരത ഞാൻ കോളേജിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾക്കോ അല്ല കുട്ടി പഠിച്ചിരുന്നത്. 10ാം ക്ലാസ്, അതായത് 15 വയസ്സുള്ളൊരു കുട്ടി. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂള്, വളരെ റെപ്യൂട്ടേഷനുള്ളൊരു സ്കൂൾ. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ അവിടുത്തെ ഒരു സഹപാഠികളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ മാതൃ സഹോദരൻ പറഞ്ഞു, വണ്ടിയിൽ വെച്ചിട്ട് പോലും ഫിസിക്കലായിട്ട് ഹരാസ്മെന്റ് ഉണ്ട്, നിറത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് ഡെയിലി ആയ കുട്ടിയെ അപമാനിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഇത്രയും പൈശാചികമായ കുട്ടികളുണ്ടോ എന്ന് ആലോചിക്കുക. തൻ്റെ സഹപാഠി, തൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഏറ്റവും വലിയ സമ്പത്താണല്ലേ. ഈ കുട്ടികളുടെ ഒട്ടും ശ്രദ്ധയില്ലാത്ത അധ്യാപക സമൂഹമാണോ ഇപ്പോൾ? ഞാനൊരു അധ്യാപികയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് അധ്യാപകർക്ക് സാധിക്കണം. അതുപോലെ ഈ കുട്ടി എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നാണ് പിന്നെ ഒരു സംശയം. ഇങ്ങനെ ഉണ്ടായിട്ട് ഈ കുട്ടി എന്താണ് അവിടെ അറിയിക്കുന്നത്? പേടിച്ചിട്ടായിരിക്കില്ല അവർ വീണ്ടും അതിക്രമങ്ങൾ കാണിക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കണം. ഫിസിക്കലി, ശാരീരിക, മാനസികമായ പീഡനങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ കുട്ടി ഇങ്ങനൊരു ഇതിലേക്ക് എത്തിയത്. ഈ കുട്ടിയുടെ മരണത്തിൽ പോലും ഇവർ വളരെയധികം അട്ടഹസിച്ച് ഇവരവരുടെ ആഘോഷ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ അമ്മ ഈ ഫേസ്ബുക്ക് പേജിൽ. ഒരു വലിയ പത്രക്കുറിപ്പ് പോലെയാണ് കേട്ടോ ഈ ഫേസ്ബുക്ക് പേജ്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവർ ശാരീരിക ഉപദ്രവം ഏൽക്കുന്നു, നിറത്തിൻ്റെ പേരിൽ മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കണം നിങ്ങൾ. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തു എന്ന്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഒരു വാട്സപ്പ് ചാറ്റും കൂടി ഇവരിതിലൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായി ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തിയെന്നത് നിസ്സാരമായ ഒന്നല്ല. ആ കുട്ടി മരണപ്പെട്ടിട്ടും തങ്ങൾ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ് കേട്ടോ. കാര്യം ഇതിനെ ആഘോഷിക്കുകയാണ്. ആ മരണത്തിൽ അവർ ആഘോഷം കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്.
മിഹിർ അഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഓരോ കുട്ടികളും. അവര് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ഏത് അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്? ഈ ഒരു സ്കൂളില് പബ്ലിക് സ്കൂളല്ലേ, അപ്പൊ ആ പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു CBSE സ്കൂളായിരിക്കും അത്. അപ്പം ആ സ്കൂളിലൊക്കെ എത്രമാത്രം കെയർ കൊടുക്കും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ CBSE ICC സ്കൂളുകളെക്കാട്ടിയും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്കൂളുകളാണ് നമ്മുടെ പൊതുവിദ്യാലയം, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ. ഇത് നമ്മുടെ കാശുള്ള CBSE ICC സ്കൂളുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല. അതേസമയം ഒരു ഗവൺമെൻറ് സ്കൂളിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ വരെ ഊതിപ്പെരിപ്പിച്ച് ആ സ്കൂളിലെ കുട്ടികളുടെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിനെ കുറിച്ചൊന്നും പറയാനല്ല ഇങ്ങനെ പറഞ്ഞു വന്നത്. വളരെയധികം ദുഃഖമുണ്ട്. എനിക്കും 2 മക്കളുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഇവരൊക്കെ വളർന്നു വരികയാണ്. ഇവരൊക്കെ ഇതുപോലുള്ള അക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വരുമോ എന്നൊരു അമ്മയുടെ ഭീതി എനിക്കുണ്ട്. ആ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം അവരമ്മ ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ, അല്ലെ ഇങ്ങനൊരു സംഭവം കൊടുക്കണം. ഒരു ബാലാവകാശ കമ്മീഷനിൽ DGPക്കും ഒക്കെ നേരിട്ട് അവർ കേസ് ചെയ്തിട്ടുണ്ട്. അവരതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ജീവനൊടുക്കിയ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളോ അവനിരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട്. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം ശരിയായ വേണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ്. ഈ അമ്മ പറയുന്നത് കാര്യം, തൻ്റെ മകന് ഇങ്ങനെ സംഭവിച്ചു, ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇതെല്ലാം പുറത്തു വിടുന്നത് കേട്ടോ. ഈ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് അവന് ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാശുള്ള സ്ഥാപനങ്ങളെല്ലാം അത് മായ്ച്ചു കളയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവരുടെ സ്കൂൾ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് അവരതൊക്കെ മായ്ച്ചു കളയും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ ആ അമ്മയുടെ ഫുൾ നോട്ട്സ് ഞാനിതിൽ കൊടുത്തേക്കാം, നിങ്ങളത് കാണുക കേട്ടോ. കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. എനിക്ക് ആ കുട്ടികൾ ആ ചെയ്തത് ഇവരുടെ പ്രായത്തിലുള്ള സെയിം പ്രായത്തിലുള്ള കുട്ടികളായിരിക്കുമല്ലോ. അവരുടെ ക്ലാസ്സിൽ അവരുടെ സഹപാഠികൾ, ഒരു കൂട്ടം കുട്ടികൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ടും അവന് ഫ്രണ്ട്സ് ഇല്ലേ ഈ ക്ലാസ്സിൽ, ആ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് അതോറിറ്റി അറിയിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സംശയം. അല്ലെ പേരൻസിനെങ്കിലും ഈ കുട്ടി എന്തുകൊണ്ട് അറിയിച്ചില്ല? അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മ മക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ, അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ആക്കപ്പെട്ടതാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വ്യക്തി വരുമോ എന്നൊരു പേടി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കുട്ടി അത് പേരൻസിനെ അറിയിച്ചിരിക്കുമല്ലോ. അതായത് തൻ്റെ നടപടികൾ ശരിയല്ലാത്തത് കൊണ്ടാണ് താൻ ആ സ്കൂളിൽ നിന്ന് മാറിയതെന്നും ഈ സ്കൂളിൽ എത്തിയപ്പോൾ ഇവിടെയും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ താൻ പേരൻസിന് എന്നും ഒരു പ്രശ്നമായി മാറുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം. അതാണ് പറയുന്നത്, പേരൻസുമായിട്ട് എപ്പോഴും നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ. നാളെ എന്തെല്ലാമായി തീരേണ്ട കുഞ്ഞായിരുന്നു അച്ഛനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ സ്വപ്നമാണല്ലേ, അവരെന്ത് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന് അവരെ കുഞ്ഞ് ഒരു നിമിഷം ഈ റാഗിങ് എന്ന് പറയുന്നതിലൂടെ നഷ്ടപ്പെട്ടത്. സ്കൂൾ കോളേജുകളിലെല്ലാം റാഗിങ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു സ്കൂളുകളിലും റാഗിങ് ഒന്നും ഇല്ല. ഞാൻ പറയല്ലോ, എൻ്റെ കോളേജ് ടൈമിൽ ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസമുണ്ട്. അന്ന് മാത്രം നമുക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരെ വുമൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവർക്ക് ഒരു ദിവസം ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ HODയുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഒരു ദിവസം ഫ്രഷേഴ്സ് ഡേ അവർ പറയുന്നതൊക്കെ നമ്മൾ പാട്ട് പാടാൻ പറയും, ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ പറയും, ചിലപ്പോൾ എന്തെങ്കിലും സ്കിറ്റ് ചെയ്ത് കളിക്കും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്ത് നമ്മളെങ്ങ് വിട്ടു. ഞങ്ങളുടെ അടുത്ത ബാച്ചൊക്കെ വന്നപ്പോൾ ആ ഒരു സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ശേഷമുള്ള അടുത്ത ബാച്ച്, അത് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ വന്ന ഫസ്റ്റ് ഇയേഴ്സിനൊന്നും യാതൊരുവിധ റാങ്കിങ്ങും ഇല്ലായിരുന്നു, യാതൊരുവിധ പ്രശ്നമില്ല. അപ്പോഴത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചു. എന്നിട്ട് ഇത് സ്കൂൾ തലത്തിലൊക്കെ ഇതെന്ന് പറയുന്നത് വളരെയധികം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊന്നും അനുവദിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. സ്കൂളുകളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്ക് സുഹൃത്തുക്കളായിരിക്കണം. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ, ഈ അധ്യാപകരും ഈ രക്ഷിതാക്കളും ഈ കുട്ടിയുടെ സുഹൃത്ത് ആയിരുന്നുവെങ്കിൽ, ഈ കുട്ടി ഇത്രമാത്രം മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ച കാര്യം കുട്ടി നേരത്തെ പറഞ്ഞിരുന്നേനെ. നമ്മൾ നേരത്തെ പറഞ്ഞു, അച്ചടക്ക നടപടിയുടെ ഫലമായിട്ടാണ് സ്കൂൾ മാറേണ്ടി വന്നത് എന്നതിൻ്റെ ഫലമായിട്ട് ആ ഒരു പേടി ഈ കുട്ടിക്കുള്ളത് കൊണ്ടായിരിക്കണം ഈ കുട്ടി അതൊന്നും പേരൻസിനെ അറിയിക്കാതെ പോയത്. അപ്പോൾ നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ പേരൻസിനാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതരാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നിരിക്കണം.
അത് ഇനിയൊരു കുഞ്ഞിനും ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ വീണ്ടും പറയുകയാണ്, രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളോട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക, അവരുടെ മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.